നിലമ്പൂർ ഗവൺമെൻറ് മോഡൽ യു.പി. സ്കൂൾ 1903 പ്രവർത്തനമാരംഭിച്ച ഈ വിദ്യാലയം 123 വർഷങ്ങൾക്കിപ്പുറവും തലയെടുപ്പോടെ നിലനിൽക്കുന്നു എന്നതുതന്നെ ഈ വിദ്യാലയത്തിൻ്റെ മഹത്വവും പ്രാധാന്യവും ജനസമ്മിതിയും എടുത്തു കാണിക്കുന്നു. ഒരു നൂറ്റാണ്ടിനിപ്പുറവും നിലമ്പൂരിൻ്റെ നന്മ നിറഞ്ഞവരും കരുത്തരുമായ പൗരന്മാരെ വാർത്തെടുത്തുകൊണ്ട് പുതിയ കുരുന്നുകളെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നും ഈ വിദ്യാലയ മുത്തശ്ശി ഇവിടെ നിലമ്പൂരിൻ്റെ ഈ ഹൃദയഭാഗത്ത് നിലകൊള്ളുന്നു. എല്ലാ വർഷങ്ങളിലെയും പോലെ കടന്നുപോകുന്ന ഈ അധ്യയന വർഷത്തിലും എടുത്തു പറയാവുന്ന മികവുകൾ ഏറെയുണ്ട്. 2025-26 അധ്യയന വർഷത്തിലെ കടന്നുപോയ നാളുകളിലേക്ക് ഒരെത്തിനോട്ടം. ഗംഭീരമായ പ്രവേശനോത്സവത്തിന് ശേഷം കടന്നുവന്ന പരിസ്ഥിതി ദിനം മുതൽ നമ്മുടെ വിദ്യാലയം ഒരു പ്ലാസ്റ്റിക് വിമുക്ത വിദ്യാലയമാക്കി തീർക്കാൻ ഹെഡ് മാസ്റ്റർ സിദ്ദിഖ് ഹസൻ സാറിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് വേറിട്ട പദ്ധതികൾ നമ്മുടെ സ്കൂളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായാണ് കാട്ടിലേക്കൊരു വിത്തേറ് എന്ന പദ്ധതി നമ്മൾ വിത്തൂട്ട് എന്ന പേരിൽ ഇവിടെ അവതരിപ്പിച്ചത്. നാടിനെ വന്യമൃഗങ്ങളിൽ നിന്നും സംരക്ഷിക്കാം എന്ന ആ പദ്ധതിയുടെ ആശയം JRC സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികൾ ഏറ്റെടുത്തതോടുകൂടി നിരവധി സീഡ് ബോളുകൾ ഉണ്ടാക്കി നമ്മൾ കാടുകളിലേക്ക് എത്തിച്ചു. അതിന് നേതൃത്വം കൊടുക്കാൻ പരിസ്ഥിതി പ്രവർത്തകനും വൈൽഡ് ഫോട്ടോഗ്രാഫറുമായ സാദിഖ് അലി സാറും നമ്മളോട് സഹകരിക്കുകയുണ്ടായി. ഗംഭീരമായൊരു വിജയത്തോടു കൂടിയാണ് നമ്മൾ തുടങ്ങിയത്. മലയാള മനോരമ ന്യൂസ് ഫെസ്റ്റിൽ ജില്ലാ തലത്തിൽ 1ാം സ്ഥാനം നേടി 15,000 രൂപ വില വരുന്ന പുസ്തകങ്ങൾ നമ്മുടെ ലൈബ്രറിയിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികൾ എത്തിച്ചു. തുടർന്ന് നടന്ന മലയാള മനോരമ ന്യൂസ് നിഞ്ച മത്സരത്തിലും നമ്മുടെ കുട്ടികൾ ഫൈനലിസ്റ്റായി വേദിയിൽ പ്രത്യക്ഷപ്പെട്ടു. നമ്മുടെ ഈ വർഷത്തെ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം ഗായകനും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും നടനുമായ ശ്രീ ഹനാൻ ഷാ നിർവഹിച്ചത് നമ്മുടെ കുട്ടികൾക്ക് ആവേശം പകർന്ന ഒരു അനുഭവമായിരുന്നു. നമ്മുടെ PTA ജനറൽ ബോഡി യോഗത്തിൽ ലഹരിക്കെതിരെ കൈകോർക്കാം എന്ന വിഷയത്തെക്കുറിച്ച് നിലമ്പൂർ CI സുനിൽ പുളിക്കൽ സാർ രക്ഷിതാക്കളുമായി സംവദിച്ചു. തുടർന്നിങ്ങോട്ട് നമുക്കെല്ലാ പിന്തുണയും നൽകിയ ഒരു സുസജ്ജമായ PTA കമ്മിറ്റിയുടെ ജനനം ആ മീറ്റിങ്ങിലായിരുന്നു. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടതും രുചികരവും പോഷകസമൃദ്ധവുമായ ഒരുപാട് വിഭവങ്ങൾ ഉൾപ്പെടുത്തിയ ഉച്ചഭക്ഷണം നൽകാനും നമുക്ക് ഈ വർഷം സാധിച്ചു. പത്രവായന നമ്മുടെ കുട്ടികളുടെ ഒരു ജീവിത ശൈലി തന്നെയാക്കി മാറ്റുന്നതിനായി നിരവധി സ്പോൺസർമാരുമായി സഹകരിച്ച് ഒരുപാട് പത്രങ്ങൾ നമ്മൾ നമ്മുടെ സ്കൂളിലും ക്ലാസ് മുറികളിലും ലൈബ്രറിയിലും ഈ വർഷം എത്തിച്ചിരിക്കുന്നു. നമ്മുടെ പ്രീ പ്രൈമറി കുട്ടികളുടെ സന്തോഷം, അവരുടെ വളർച്ച ഇവയെല്ലാം ലക്ഷ്യമാക്കി നിരവധി സഹായ ഹസ്തങ്ങളാണ് അവർക്ക് വേണ്ടി ഈ വർഷം നീണ്ടത്. നമ്മുടെ മുൻ അധ്യാപികമാരായ ശാന്തകുമാരി ടീച്ചറും രാധാമണി ടീച്ചറും മറ്റ് സഹൃദയരും നമ്മുടെ പ്രീ പ്രൈമറി ക്ലാസ്സുകളിലേക്ക് നിരവധി സൗകര്യങ്ങളാണ് ഒരുക്കി തന്നത്. നമ്മുടെ കുട്ടികൾ വായിച്ചു വളരട്ടെ. അവരുടെ വായന പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഈ വർഷം നമ്മൾ ഒരു റീഡിംഗ് കോർണർ തന്നെ തയ്യാറാക്കുകയുണ്ടായി. ഈ വായനയുടെ കണ്ടെത്തൽ എന്ന വിഷയത്തെ അധികരിച്ച് സെമിനാർ സംഘടിപ്പിച്ചു. കഥാകഥന മത്സരം, സാഹിത്യ ക്വിസ് തുടങ്ങി ഒരുപാട് മത്സരങ്ങൾ വായന വാരത്തോടനുബന്ധിച്ച് നടപ്പിലാക്കി.
നമ്മുടെ കുട്ടികൾ ജനാധിപത്യ ബോധമുള്ള പൗരന്മാരായി വളരട്ടെ. വോട്ടവകാശത്തെക്കുറിച്ചും അവരുടെ കടമകളെക്കുറിച്ചും ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും അവർക്ക് ബോധ്യമുണ്ടാവട്ടെ. നമ്മുടെ ഈ വർഷത്തെ സ്കൂൾ പാർലമെൻറ്റ് ഇലക്ഷൻ വളരെ മാതൃകാപരമായ രീതിയിൽ നമ്മൾ പൂർത്തിയാക്കി. ലോകഭാഷയായ ഇംഗ്ലീഷിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മുടെ കുട്ടികൾക്ക് ചെറുപ്പം മുതൽ തന്നെ ഇംഗ്ലീഷ് ഭാഷയിൽ പരിജ്ഞാനം നേടുന്നതിനായി നമ്മുടെ LP വിഭാഗത്തിൻ്റെ തനത് പദ്ധതിയായ ലീപ്പ് നമ്മൾ ഈ വർഷം ഉദ്ഘാടനം ചെയ്ത് നടപ്പിലാക്കി. കുട്ടികളുടെ ആവേശമാണ് കളികൾ. ഈ വർഷത്തെ സ്കൂൾ കായികമേള നമ്മൾ 2 ദിവസങ്ങളിലായി നടത്തി തീർത്തു. തുടർന്ന് സബ് ജില്ലാ മത്സരങ്ങളിലും നമ്മുടെ കായിക താരങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. കുട്ടികളുടെ ഫുട്ബോളിനോടുള്ള ആവേശം മനസ്സിലാക്കിക്കൊണ്ട് ശ്രീ ഹനാൻ ഷാ നമുക്ക് 2 ഗോൾ പോസ്റ്റുകൾ സമ്മാനിക്കുകയുണ്ടായി. ലഹരിക്കെതിരെ ഫുട്ബോൾ ലഹരി എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് ശ്രീ സിദ്ദിഖ് ഹസൻ സാറിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ കുട്ടികൾക്കായി ഫുട്ബോൾ ടൂർണമെൻറ്റും സംഘടിപ്പിക്കുകയുണ്ടായി. ഈ വർഷത്തെ സ്കൂൾ ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയമേളയിൽ കുട്ടികൾ സജീവമായി പങ്കെടുത്തു. അവരുടെ കണ്ടെത്തലുകൾ സബ് ജില്ലാതല മത്സരങ്ങളിലേക്കും നമുക്ക് ഊർജമായി. അവിടെയും മികച്ച വിജയം നേടിയ നമ്മുടെ കുട്ടികളെ എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല. ഗുരുവന്ദനം. അധ്യാപക ദിനാചരണത്തോടനുബന്ധിച്ച് ഈ വിദ്യാലയത്തിലെ പൂർവ്വ പ്രധാനാധ്യാപകനും പൂർവ്വ വിദ്യാർത്ഥിയുമായ അഭിവന്ദ്യനായ ഗുരുശ്രേഷ്ഠൻ ശ്രീ രാമനാഥൻ മാസ്റ്ററെ ആദരിച്ചു. നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം പകരുന്ന അധ്യാപകരുടെ ഓർമ്മയ്ക്കായി നമ്മുടെ വിദ്യാലയത്തിലെ അധ്യാപകർ മെഴുകുതിരി തെളിയിച്ചു. ആഘോഷങ്ങളിലൂടെ നമ്മുടെ കുട്ടികൾ നമ്മുടെ പൈതൃകത്തെ അറിയട്ടെ. അവരിൽ ഒത്തൊരുമയുണ്ടാകട്ടെ. നമ്മുടെ വിദ്യാലയത്തിൽ ഈ വർഷവും പതിവ് പോലെ ഓണവും ക്രിസ്മസും മറ്റെല്ലാ ആഘോഷങ്ങളും വളരെ സന്തോഷപൂർവ്വം എല്ലാവരും ഒത്തൊരുമയോടുകൂടി ആഘോഷിച്ചു. നമ്മുടെ ഈ വർഷത്തെ സ്കൂൾ തല കലാമേള ധ്വനിക 2K25 ധ്വനിക 2025 എന്ന പേരിൽ നമ്മൾ നടത്തിയ സ്കൂൾ തല കലാമേള ഗായകനും ഗ്രാഫിക് ഡിസൈനറുമായ ശ്രീ KV കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികളെ ആനന്ദത്തിലാക്കുന്ന ഗാനങ്ങളുമായി അദ്ദേഹം വേദിയിലും കുട്ടികളുടെ ഇടയിലുമായി നിറഞ്ഞു നിന്നു. 3 വേദികളിൽ ഒരു ദിവസവും 2 വേദികളിൽ അടുത്ത ദിവസവും കലാമേള നടന്നു. തുടർന്ന് സബ് ജില്ലാ മത്സരങ്ങളിലും നമ്മുടെ കുട്ടികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ച സമ്മാനങ്ങൾ കരസ്ഥമാക്കി. ഈ വർഷവും നമ്മൾ സ്കൂൾ തല പഠനയാത്രകൾ സംഘടിപ്പിച്ചു. കുട്ടികൾക്ക് പഠനത്തോടൊപ്പം വിനോദം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്കിഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ ഒരു ദിവസം പൂർണ്ണമായും ആസ്വദിക്കാൻ അവരെ അനുവദിച്ചു. കുട്ടികളിൽ സഹാനുഭൂതിയും സഹായമനസ്കതയും വളർത്തിയെടുക്കുന്നതിനായി സഹപാഠിക്കൊരു കൈത്താങ്ങ് പദ്ധതിക്ക് നമ്മൾ തുടക്കം കുറിച്ചു. സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ നേതൃത്വത്തിലാണിത് നടപ്പിലാക്കി വരുന്നത്. ഒരു മിഠായിയുടെ ഒരു നാണയം നൽകുന്നത് വഴി ഏതെങ്കിലും സഹപാഠിക്കൊരു പ്രതിസന്ധി വരുമ്പോൾ സഹായിക്കാൻ കുട്ടികൾക്ക് കഴിയുന്നു.
ഈ വർഷത്തെ ആവേശകരമായ മറ്റൊരനുഭവമായിരുന്നു ടൈം ഓഫ് കൂൾ. ലോകോത്തര ബ്രാൻഡായ ഹണി സ്പെഷ്യൽ ക്രീമിൻ്റെ ഐസ്ക്രീമുകൾ നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികൾക്ക് മാത്രമായി തികച്ചും സൗജന്യമായി എത്തിച്ചു കൊടുക്കാൻ അതിൻ്റെ ഭാരവാഹികൾക്കായത് നമ്മുടെ കുട്ടികൾക്ക് വളരെ സന്തോഷം നൽകിയ ഒരനുഭവമായിരുന്നു. ഈ വർഷത്തെ ശിശുദിന പരിപാടി വർണ്ണശലഭങ്ങൾ വളരെ വിപുലമായി ആഘോഷിച്ചു. ചാച്ചാജിയുടെ വേഷം അനുകരിച്ച കുട്ടികൾ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിച്ചു. എൻ്റെ സ്വപ്ന വിദ്യാലയം എന്നതിനെ അടിസ്ഥാനമാക്കി കുട്ടികൾ അവരുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി. ഇതിലേറ്റവും പ്രാധാന്യമേറിയ 10 കാര്യങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കുകയാണ് HMൻ്റെ ലക്ഷ്യമെന്ന് ഹെഡ് മാസ്റ്റർ അറിയിച്ചു. ബോധവൽക്കരണത്തിന് അത്രയധികം പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പേപ്പട്ടി വിഷബാധയ്ക്കെതിരെയും ലഹരിക്കെതിരെയും ആരോഗ്യപരമായ കാര്യങ്ങളെക്കുറിച്ചും എല്ലാം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഈ വർഷം നമ്മൾ ബോധവൽക്കരണം നടത്തുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി നിരവധി സാമൂഹ്യ പ്രവർത്തകരും ഉദ്യോഗസ്ഥരും ആരോഗ്യ പ്രവർത്തകരും നമ്മുടെ വിദ്യാലയം സന്ദർശിച്ച് കുട്ടികൾക്ക് ബോധവൽക്കരണം നടത്തുകയുണ്ടായി. സാമൂഹിക പുരോഗതിക്കായി ഭിന്നശേഷി സൗഹൃദ സമൂഹത്തെ വളർത്തിയെടുക്കുക എന്ന ആശയത്തിലൂന്നിയായിരുന്നു ഈ വർഷത്തെ ലോക ഭിന്നശേഷി ദിനം നമ്മൾ ആചരിച്ചത്. നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന റിഫാനയായിരുന്നു വിശിഷ്ടാതിഥി. എല്ലാ വിദ്യാർത്ഥികൾക്കും നമ്മുടെ വിദ്യാലയം കൃത്യമായ പിന്തുണയും ആവശ്യമായ പരിഗണനയും നൽകുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതായിരുന്നു അന്നത്തെ ദിവസത്തെ പരിപാടികൾ. വലിയ വിജയങ്ങൾ നേടാനായി മാതാപിതാക്കളുടെ പിന്തുണ കുട്ടികൾക്ക് അത്യാവശ്യമാണ്. അമ്മയറിയാൻ എന്ന ബോധവൽക്കരണ പരിപാടിയിലൂടെ LSS USS വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കുള്ള മോട്ടിവേഷൻ ക്ലാസ്സാണ് നമ്മുടെ വിദ്യാലയം സംഘടിപ്പിച്ചത്. നിലമ്പൂർ BRC ട്രെയിനർ ശ്രീമതി രമ്യ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി ജയന്തി, സ്വാതന്ത്ര്യദിനം, റിപ്പബ്ലിക് ദിനം തുടങ്ങിയ എല്ലാ ദേശീയ ദിനങ്ങളും ഈ വർഷവും നമ്മൾ വിപുലമായി കൊണ്ടാടുകയുണ്ടായി. നമ്മുടെ വിദ്യാർത്ഥികൾ ദേശസ്നേഹമുള്ളവരായി വളരണം. അതിനായി അവർക്ക് ദേശീയ നേതാക്കളെക്കുറിച്ചും ദേശീയ പതാകയെക്കുറിച്ചും ദേശീയ ചിഹ്നങ്ങളെക്കുറിച്ചും എല്ലാം ബോധ്യമുണ്ടാവണം. അതിനെല്ലാം വേണ്ട പരിപാടികൾ നമ്മൾ ഇവയിൽ ഉൾപ്പെടുത്തുകയുണ്ടായി. കഴിഞ്ഞുപോയ ദിനങ്ങളെക്കുറിച്ച് ഇനിയും ഏറെ പറയാനുണ്ട്. ഈ കുറഞ്ഞ സമയത്തിൽ പറഞ്ഞു തീരാത്ത അത്രയും കാര്യങ്ങൾ നമ്മൾ ഈ വർഷം ചെയ്തു. അതിന് നിങ്ങളെല്ലാവരും സാക്ഷികളുമാണ്. നമ്മുടെ കുട്ടികൾക്കായി എല്ലാ കാര്യത്തിലും പരമാവധി പഠനാനുഭവങ്ങൾ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇനിയും മുന്നോട്ട് ദിവസങ്ങളുണ്ട്. തുടങ്ങി വച്ചവയെല്ലാം പൂർത്തീകരിക്കാനുണ്ട്. ഇടറാത്ത കാലടികളുമായി മുന്നേറാനുള്ള കരുത്തുമായി കടന്നു വരുന്ന അധ്യയന വർഷത്തിലേക്കും സുസജ്ജമായി കാത്തിരിക്കുകയാണ് നമ്മുടെ സ്വന്തം വിദ്യാലയം. അടുത്ത അധ്യയന വർഷത്തിലേക്കുള്ള കുരുന്നുകൾക്കും സ്വാഗതമോതാൻ സമയമായി. 2026-27 അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. സന്തോഷത്തോടെ കടന്നു വരൂ. നിങ്ങളുടെ കുട്ടിയുടെ ഭാവി ഇവിടെ സുരക്ഷിതമാണ്. ഇവിടെ തുടങ്ങട്ടെ അവരുടെ ആദ്യ ചുവടുകൾ. നന്ദി.